ഈ ഫോട്ടോയിലേക്ക് നോക്കിയേ, ഈ ഉണ്ണിയെ തിരിച്ചറിയാൻ കഴിയുന്നുണ്ടോ? ഇതായിരുന്നു ഇപ്പോഴത്തെ ആ ഞരമ്പൻ ഉണ്ണി. നിങ്ങൾക്ക് വിശ്വാസം വരുന്നുണ്ടോ? നമ്മുടെ നാട്ടിൽ പറയാറില്ലേ, വീടുകളിലെ ഈ അത്തു ചെറുപ്പക്കാർ അല്ലെങ്കിൽ പാലുണ്ണികൾ എന്നൊക്കെ പറയില്ലേ, അതേ രൂപത്തിലും ഭാവത്തിലും ഒടിഞ്ഞുകുത്തി അങ്ങ് സോമാലിയയിലുള്ളവർ പട്ടിണി കിടക്കുന്ന മാതൃകയിലിരുന്നതാണ്. ഒരു സൗകര്യവുമില്ലാത്ത ജീവിതം. ഇപ്പോൾ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ 12 മാസമായി MLA ആയി. അതിന് മുന്നോടിയായിട്ട് 10 പൈസയുടെ വരുമാനമില്ലായിരുന്നു. നോക്കിയേ, ഈ അവസ്ഥയിൽ നിന്ന് എങ്ങനെയായിരിക്കും ഇന്നിപ്പോൾ ഒരു വാർഡ് മെമ്പർ പോലും ആകാത്ത വ്യക്തിക്ക് ഇത്രയും പണം വന്നു ചേർന്നത്? അച്ഛൻ നേരത്തെ ഇല്ല, അമ്മയ്ക്ക് ചെറിയൊരു തൊഴിൽ, LIC ഏജൻറ്റ്. അങ്ങനെയുള്ള ഈ പാലുണ്ണി ഇന്ന് കാണുന്ന ഈ ഡോൺ നിലയിലേക്ക് വളർന്നിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ യാത്ര ശരിയായ വഴിയിലാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഏതെങ്കിലും കുടുംബപരമായിട്ട് സ്വത്തുള്ള വീട്ടിലേതാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, ഒരു കീരവിത്തുമില്ല. പക്ഷേ PK ഫിറോസും മാങ്ങാണ്ടിയൊക്കെ കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിലാണ് കോടാനുകോടി സ്വത്തിൻ്റെ അധിപനായത്. കാറ്, ഫ്ലാറ്റ്, ഇഷ്ടം പോലെ പണം, ആഡംബര ജീവിതം. ഇതിനൊക്കെ നമ്മൾ ലോജിക്കലി എന്തെങ്കിലും പണിയെടുത്ത് പൈസ ഉണ്ടായെങ്കിൽ മനസ്സിലാക്കാം. അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ നിന്ന് അധികാര കസേരയിലെത്തി ഇപ്പോൾ ഒരു MLA ആയി നമുക്ക് മനസ്സിലാക്കാം.